പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിക്കുന്നത് സ്നേഹത്തിന്റെ സന്ദേശവുമായാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ക്രിസ്മസ് ആഘോഷത്തിന്റെ സമയമാണ്. ഈ സമയത്ത് മണിപ്പൂർ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും കേരളത്തിൽ മാത്രമാണ് മണിപ്പൂർ ഒരു മതപ്രശ്നമായി ചിത്രീകരിക്കുന്നത് എന്നും കേന്ദ്രമന്ത്രി മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോഡങ്കാല പള്ളിയിലേക്ക് ഇന്ന് വീണ്ടും എത്തുകയാണ്. കഴിഞ്ഞ വർഷവും വന്നിരുന്നു ക്രിസ്മസ് സമയത്ത്. നമുക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. പ്രധാനമന്ത്രി വീണ്ടും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നേരിട്ട് പങ്കെടുക്കുമ്പോൾ എന്ത് സന്ദേശമാണത് വിശ്വാസികൾക്ക് നൽകുന്നത്? തീർച്ചയായിട്ടും എല്ലാ മതവിശ്വാസികളുടെയും ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസിനും അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം പങ്കെടുത്തിരുന്നു. മുൻ വർഷങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇന്നും ഇപ്രാവശ്യവും അദ്ദേഹം പങ്കെടുക്കുന്നു. അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള അവകാശവും അവസരവും ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ സന്ദേശമാണ് യേശുക്രിസ്തു ലോകത്തിന് നൽകുന്നത്. ആ സ്നേഹത്തിൻ്റെ സന്ദേശം അത് പ്രധാനമന്ത്രി ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകുകയാണ്. ചില ഫാദർമാരൊക്കെ കത്തൊക്കെ അയച്ചിട്ടുണ്ട് ഇവിടത്തേക്ക്. അതായത് മണിപ്പൂർ വിഷയം നിൽക്കുന്നുണ്ട്, പ്രധാനമന്ത്രി ഇടപെട്ടിട്ടില്ല, അപ്പോൾ ഇങ്ങനൊരു സന്ദർശനം ഗുണമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇത് ആഘോഷത്തിൻ്റെ സമയമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷത്തിൻ്റെ സമയമാണ്, ആരാധനയുടെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ പെരുമാറേണ്ടത് അതിനെപ്പറ്റിയാണ്. മണിപ്പൂരിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല. അത് തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള കാര്യമല്ല എന്ന് ഓസ്വാൾഡ് ഗ്രേഷ്യസ്, അതിനേക്കാൾ വലിയൊരാൾ ഇന്ത്യയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 8 കാർഡിനൽസ് ഉണ്ട് ഈ പേപ്പൽ അഡ്വൈസറിയിൽ, അതിലൊരാളാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ 4 പേരെയാണ് പോപ്പായിട്ട് മത്സരമല്ല എൻ്റെ അകത്തുണ്ടായിരുന്നത്, അതിലൊരാളാണ്. അപ്പോൾ പോളിസി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ആ 1 മാസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ എല്ലാവരും കേരളത്തിലെ നിങ്ങൾക്കറിയാമല്ലോ, ഓർത്തഡോക്സ് സഭയുടെ, യാക്കോബായ സഭയുടെ എല്ലാവരുടെയും അവർ പറഞ്ഞു അതൊരു ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, അതിൻ്റെ അകത്ത് മതം നോക്കേണ്ട കാര്യമില്ല എന്ന്. അതുമാത്രമല്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതിനെ മതപരമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇവിടെയല്ല, അത് ക്രമസമാധാന പ്രശ്നമായിട്ട് തന്നെയാണ്. 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമായിട്ടാണ്, ക്രമസമാധാനമായിട്ടാണ് അവർ പറയുന്നത്. അത് പരിഹരിക്കണമെന്നാണ് ഈവൻ പാർലമെൻറ്റിൽ പോലും പറയുന്നത്. ഒരാളും പാർലമെൻറ്റിൽ ഞാൻ കേട്ടില്ല അത് മതപരമായിട്ടുള്ള പ്രശ്നം. അത് തീർച്ചയായിട്ടും നമുക്കതിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം, അവർക്ക് നല്ലത് തോന്നട്ടെ എന്ന് പറയും ക്രിസ്മസിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഏതായാലും മന്ത്രി നമുക്കൊപ്പം ചേരുകയായിരുന്നു. ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയാണ്, സുരക്ഷാ കാര്യങ്ങളാണ് ചെയ്യേണ്ടതുള്ളത്. എന്തായാലും അവിടെ മണിപ്പൂരിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എന്നാണ് ഈ ദിവസം മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത്. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.